അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ മഹേഷിൻ്റെ ഫോണ് പേടിയോടെ അറ്റൻഡ് ചെയ്യായിരുന്നു ചന്ദ്രിക. മഹേഷ് പറയാണ്, എൻ്റെ ആളുകൾ നിന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നീയും മലരും ആ വണ്ടിയിൽ കയറണം, അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ആടിനെ ഇറക്കുന്ന പോലെ ഞാൻ അറുത്തിടും എന്ന് മഹേഷ് പറയാണ്. എന്നിട്ട് മഹേഷ് തുടരാണ്, ഞാൻ വീണ്ടും പറയാണ്, നീ ശരിക്കും മനസ്സിലാക്കിക്കോ, ആ മഹേന്ദ്രനോടോ പോലീസിനോടോ എല്ലാം പറയാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അതിനുശേഷം പിന്നെ സിദ്ധാർത്ഥ് ജീവനോടുണ്ടാവില്ല. ഞാൻ അവനെ ജീവനോടെ കത്തിക്കും. അത് നല്ലോണം നീ മനസ്സിലാക്കിക്കോ. ചന്ദ്രിക എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയാണ്. ലക്ഷ്മി അമ്മ മലരിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ലക്ഷ്മി അമ്മയോടും മഹേന്ദ്രനോടും ഈ സിദ്ധുവിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയണോ എന്ന് ശങ്കിച്ച് നിൽക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ്, ചന്ദ്രിക ഇനി എന്താ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ചന്ദ്രിക അത് പറയണോ പറയണ്ടേ എന്ന് ശങ്കിച്ച് നിന്ന് അവസാനം, ഒന്നുമില്ല സാറേ, എനിക്ക് മലരിനെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ മഹേന്ദ്രൻ പറയും, അതിനെന്താ, കൊണ്ടുപോയിക്കോ, ഞങ്ങൾ വരണോ, ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാം എന്ന് പറയും. ലക്ഷ്മിയമ്മയും അതിനെ പിന്താങ്ങാണ്. അപ്പോൾ ചന്ദ്രിക ഒന്ന് ഭയപ്പെടും, അവൾക്കൊന്ന് ഒറ്റയ്ക്ക് പോകണമല്ലോ. വേണ്ട, ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്നോളാം എന്ന് പറയും ചന്ദ്രിക. അപ്പോൾ മഹേന്ദ്രൻ ചോദിച്ചു, എന്തേ ഞങ്ങൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? അപ്പോൾ ലക്ഷ്മിയമ്മ പറയും, അവൾ മലരിനെയും കൂട്ടി പോകണമെന്ന് ആഗ്രഹിച്ചു, അവർ പോയിട്ട് വരട്ടെ. അപ്പോൾ മഹേന്ദ്രൻ പറയും, ഒരു കാര്യമുണ്ട്, നിനക്ക് കാറ് വാങ്ങി തന്നാൽ പിന്നീട് നീ തനിച്ച് പോകരുത്, ഞങ്ങളെയും കൂട്ടിയിട്ട് എവിടെയും പോകാൻ പാടുള്ളൂ. എന്നിട്ട് ചന്ദ്രിക ശരി എന്ന് പറഞ്ഞ് മലരിനെയും കൂട്ടി പോവുകയാണ്. ലക്ഷ്മിയമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന മലരിൻ്റെ മുഖമൊക്കെ തുടച്ച് അവരോട് സൂക്ഷിച്ച് പോയിട്ട് വാ എന്ന് പറയും. മലർ വന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ച് വാ പോവാം എന്ന് പറയും. എന്നിട്ട് ചന്ദ്രിക രണ്ടുപേരോടും ഞാൻ പോവുകയാണെന്ന് പറയും. അവരുടെ മുഖത്ത് എന്തോ ഒരു ആപത്ത് വരാൻ പോവുകയാണ് എന്നുള്ളൊരു ഭാവമുണ്ട്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയും, എന്താ ചന്ദ്രിക, പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവാം. ഇതൊക്കെ കേട്ട് മുത്തശ്ശനും അവിടെ ഇരിക്കുന്നുണ്ട്. ചന്ദ്രിക പോയിട്ട് വരാം അമ്മേ എന്ന് പറയും. മഹേന്ദ്രനും സന്തോഷത്തോടെ അവരെ പറഞ്ഞേക്കും. അവരെ വീട് വിട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ അവളൊന്ന് തെന്നി വീഴും. അപ്പോൾ മല ചോദിക്കും, എന്താ അമ്മേ, എന്ത് പറ്റി, എന്താ വീണേ? അപ്പോൾ ചന്ദ്രിക പറയും, കാലൊന്ന് തെന്നിപ്പോയി മോളെ. അങ്ങനെ ചന്ദ്രിക അവളുടെ സ്കൂട്ടീൻ്റെ അടുത്തെത്തി ഹെൽമെറ്റ് ധരിച്ച് മലറിൻ്റെ ബാക്കിൽ ഇരുത്താണ്. മഹേഷ് പറഞ്ഞിടത്തേക്ക് അവർ പോവുകയാണ്. പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രിക മലറിനോട് പറയാണ്, ഇറങ്ങ് എന്ന് പറഞ്ഞ് അവളെ ഇറക്കിപ്പിക്കുകയാണ്. അവരെ തൊട്ടടുത്ത് ഒരു ഒമിനി വാനുണ്ട്. അതിനോട് ചാരിയിട്ട് ഒരാൾ മുഖം മറച്ച് മാസ്ക് ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ചന്ദ്രിക ഭയത്തോടെ അയാളെ നോക്കുകയാണ്. അപ്പോൾ മലർ ചോദിക്കും, വാ അമ്മേ, നമ്മൾ അമ്പലത്തിൽ പോവല്ലേ, എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. ചന്ദ്രിക ഒന്നും പറയാനാവാതെ അവിടെ കുഴങ്ങി നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മഹേഷ് അക്ഷമനായി സമയം നോക്കുകയാണ് വാച്ചിൽ. എന്നിട്ട് അവൻ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഇപ്പുറത്ത് ചന്ദ്രികയുടെ ഫോണ് റിങ് ചെയ്തു. ചന്ദ്രിക ഫോൺ എടുത്ത് ഹലോ. അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ്, നീ അമ്പലത്തിലെത്തിയോ? അതെ, ചന്ദ്രിക പറയും. അവിടെ ഒരു ഒമിനി വണ്ടി നിൽക്കുന്നത് കണ്ടോ? ആ കണ്ടു. ആ വണ്ടിയിൽ നീയും മലരും കയറി വാ. എന്നിട്ട് മഹേഷ് പറയാണ്, നോക്ക്, സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ വേണ്ടി പോലീസിന് നീ വിവരം കൊടുത്താൽ ഉറപ്പായിട്ടും പിന്നെ സിദ്ധാർത്ഥ് ജീവനോടുണ്ടാവില്ല. അത് കേട്ടതും ചന്ദ്രികയുടെ ഉള്ളൊന്ന് പിടയ്ക്കാണ്. അപ്പോൾ ചന്ദ്രിക ഈർഷ്യയോടെ പറയാണ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അവരെ ഒന്നും ചെയ്യരുത്, ഞാൻ വന്നോളാം. അപ്പോൾ മഹേഷ് പറയും, ആ വേഗം വാ. ചന്ദ്രിക എന്നിട്ട് കരയാണ് ഫോൺ വെച്ചിട്ട്. അപ്പോൾ മലർ ചോദിക്കുകയാണ്, അമ്മേ അമ്പലത്തിലേക്ക് പോവല്ലേ? അപ്പോൾ ചന്ദ്രിക പറയാണ്, അതിനു മുമ്പ് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. മലർ ചോദിക്കുകയാണ്, എവിടേക്കാണ് അമ്മേ പോകണ്ടേ? അപ്പോൾ മലറിൻ്റെ തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്ന് ചന്ദ്രിക മലറിനോട് മനസ്സിൽ പറയാണ്, എന്നോട് ക്ഷമിക്കും മലർ, നിന്നെ നല്ല രീതിയിൽ വളർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഞാൻ തന്നെ നിന്നെ ഇന്ന് ഒരു കൊള്ളക്കാരൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അയാളുടെ അടുത്ത് എത്തിപ്പെട്ടാൽ നമ്മൾ എന്താകാന്ന് തന്നെ അറിയില്ല. ചന്ദ്രിക അത് കരഞ്ഞുകൊണ്ടാണ് മനസ്സിൽ പറയുന്നത്. അപ്പോൾ മലർ ചോദിക്കും, എന്താ അമ്മ കരയുന്നേ? വീണ്ടും വീണ്ടും മലർ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ കരയുന്നേ? എന്നിട്ട് കരഞ്ഞുകൊണ്ട് മലറിൻ്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് പറയാണ്, ഒന്നുമില്ല മലർ, വാ പോവാം. അങ്ങനെ അവർ ഒമിനി വണ്ടീൻ്റെ അടുത്തെത്തും. അപ്പോൾ ആ മാസ്ക് ഇട്ട ആൾ ഡോറ് തുറക്കുകയാണ്. വണ്ടിയിലേക്ക് മലർ ആദ്യം കയറും, ബാക്കിൽ ചന്ദ്രികയും കയറും. ഡ്രൈവർ വന്ന് ഡോർ അടക്കും. വണ്ടി മുന്നോട്ടേക്ക് നീങ്ങാണ്. മലരും ചന്ദ്രികയും വണ്ടിയുടെ ബാക്കിൽ ഭയത്തോടെ ഇരിക്കുകയാണ്. ആളുടെ മുഖത്തും നല്ല ഭയമുണ്ട്. മലറിന് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ഒന്നും മനസ്സിലാകുന്നില്ല. അവൾ ചോദിക്കും, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ? എന്നിട്ട് ആ ഡ്രൈവറെ ചൂണ്ടിക്കാണിച്ച് അവൾ ചോദിക്കുകയാണ്, ആരാണ് അമ്മേ ഈ അങ്കിൾ? പിന്നെ കാണിക്കുന്നത് അബോധാവസ്ഥയിൽ കൈ രണ്ടും ബാക്കിലേക്ക് കെട്ടി കിടക്കുന്ന സിദ്ധുവിനെയാണ്. മനോഹറും മഹേഷും തൊട്ടടുത്തുണ്ട്. മനോഹർ മഹേഷിനോട് ചോദിക്കുകയാണ്, മഹേഷ്, ചന്ദ്രിക അവിടുന്ന് പുറപ്പെട്ടോ? അപ്പോൾ മഹേഷ് പറയും, ചന്ദ്രികയും മലരും ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹർ എരിവ് കൂട്ടി പറയാണ്, ഈ അവസരം നീ മുതലാക്കണം, അവരിനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല, അവരെ എങ്ങനെയെങ്കിലും നീ നാട് കടത്തണം. അപ്പോൾ മഹേഷ് പറയും, അത് ഞാൻ നോക്കിക്കോളാം, ചന്ദ്രിക എന്നെ നന്നായി അപമാനിച്ചിട്ടുണ്ട്,
അതിനൊക്കെ അവൾക്ക് ഞാൻ അവിടെ വെച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അവൾ ഇവിടെ കളിക്കുന്ന കളിയൊക്കെ അവിടെ കളിച്ചെന്ന് വെച്ചോ, അവളെ ഞാൻ കൊല്ലും. സിദ്ധാർത്ഥിനെ കയ്യിൽ കിട്ടിയപ്പോൾ അവൾ എനിക്കെതിരെ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. എനിക്ക് അവൾക്ക് അതിനൊക്കെ ഉള്ള മറുപടി കൊടുത്തേ പറ്റൂ. എൻ്റെ അടുത്തു നിന്നും ചന്ദ്രികയും മലരിനെയും പിരിച്ച മഹേന്ദ്രനെ അയാൾക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. ഒരു ഗൂഢമായ സന്തോഷത്തോടെ മഹേഷ് മനോഹറിനോട് പറയണത്. മനോഹറാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ളതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷത്തിൽ അവനും നിൽക്കുകയാണ്. തൊട്ടടുത്ത് ഒന്നും അറിയാതെ കൈ ബാക്കിലേക്ക് കെട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്ന സിദ്ധാർത്ഥും, കാറിൽ ഭയത്തോടെ വരുന്ന ചന്ദ്രികയും, തൊട്ടടുത്ത് എങ്ങോട്ടാണ് എന്താണ് നടക്കുന്നത് ഒന്നും അറിയാതെ ഇരിക്കുന്ന മലരും. ചന്ദ്രിക ഓരോന്ന് ആലോചിച്ച് കരയുകയാണ്. അപ്പോൾ മലര് ചോദിക്കുകയാണ്, എന്താ അമ്മ ഇങ്ങനെ കരയുന്നേ? പാറ അമ്മേ. അപ്പോൾ ചന്ദ്രിക അവളുടെ കവിളിൽ തലോടിയിട്ട് പറയാണ്, മോളെ നീ അമ്മയോട് ക്ഷമിക്കണം. മലർ ചോദിക്കുകയാണ്, എന്തിന്? അപ്പോൾ ചന്ദ്രിക പറയാണ്, ഞാൻ നിനക്ക് വലിയൊരു ദ്രോഹമാണ് ചെയ്യുന്നത്. എന്നിട്ട് അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മോളെ അമ്മയോട് ക്ഷമിക്ക്. അപ്പോൾ മലർ പറയും, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മ നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. എന്നിട്ട് ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും മലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സിദ്ധാർത്ഥിനെ തട്ടിക്കൊണ്ട് പോയതും അങ്ങോട്ടേക്ക് നമ്മൾ രണ്ടാളും പോകണമെന്ന് മഹേഷ് പറഞ്ഞതും. എന്നിട്ട് അത് പറഞ്ഞിട്ട് ചന്ദ്രിക പൊട്ടി പൊട്ടി കരയാണ്. മലരും കരഞ്ഞുകൊണ്ട് ചന്ദ്രികയുടെ കൈ പിടിച്ചുകൊണ്ട് പറയും, എന്താ അമ്മ ഈ പറയുന്നേ? സിദ്ധുവിനെ മഹേഷ് പിടിച്ചുകൊണ്ട് പോയിന്നോ? എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്യുന്നേ? എന്നിട്ട് മലർ പറയാണ്, വാ അമ്മേ നമുക്ക് പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാം അമ്മേ. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് മറുപടി പറയാണ്, പോലീസിൽ ഇൻഫോം ചെയ്താൽ സിദ്ധുവിനെ കൊല്ലുമെന്നാണ് മഹേഷ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മഹേന്ദ്രൻ അങ്കിളിനോടും ലക്ഷ്മി അമ്മയോടൊന്നും പറയാത്തത് എന്ന് പറയും. എന്നിട്ട് ചന്ദ്രിക പറയാണ്, മഹേഷ് എന്തുദ്ദേശത്തിലാണ് നമ്മളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് എന്നൊന്നും അറിയില്ല. എന്നാൽ ഒന്ന് മാത്രം അമ്മ പറയാം, നിനക്കും സിദ്ധു സാറിനും ഒന്നും സംഭവിക്കാൻ അമ്മ ജീവനുള്ളിടത്തോളം കാലം വരേക്കും സമ്മതിക്കില്ല. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ രണ്ടാളെയും ഞാൻ രക്ഷിക്കും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ സിദ്ധു സാറിൻ്റെ കൂടെ ഭദ്രമായിരിക്കണം. അപ്പോൾ മലർ ചോദിക്കുകയാണ്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നിട്ട് ചന്ദ്രിക അവളെ തന്നിലേക്ക് ചേർത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയാണ്. അപ്പുറത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന സിദ്ധുവിനെയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ സിദ്ധുവിൻ്റെ കൈ അനങ്ങുന്നുണ്ട്. പിന്നീട് അവൻ്റെ ബോധം തിരിച്ചു കിട്ടി അവന് ചുറ്റുപാട് നോക്കുകയാണ്. അവന് ഒന്നും മനസ്സിലാവുന്നില്ല. തൊട്ടടുത്ത് മഹേഷ് നിൽക്കുന്നുണ്ട്, അത് സിദ്ധു കാണുകയാണ്. അവൻ്റെ കൈ ബാക്കിലേക്ക് കെട്ടിയത് അയക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും അവന്. എന്നിട്ട് അവന് മഹേഷിനോട് പറയാണ്, എൻ്റെ കൈയിൻ്റെ കെട്ടയക്കടാ. ആ ഒരു സംസാരത്തിൽ തന്നെ മഹേഷ് ഒന്ന് ഭയപ്പെട്ട് ഒന്ന് ബാക്കിലേക്ക് നിൽക്കും. നീ എന്തിനാടാ എൻ്റെ കൈ കെട്ടി വെച്ചേ? നീ ശരിക്കുള്ളൊരു ആണാണെങ്കിലേ എൻ്റെ നേർക്ക് നേരെ വാടാ. അപ്പം മഹേഷ് പറയടേ, നീ അധികം സംസാരിക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ ചന്ദ്രികയും മലരും ഇവിടെ വരാൻ പോവുകയാണ്. നിൻ്റെ കൺമുമ്പിൽ വെച്ച് അവർ രണ്ടുപേരെയും ഞാൻ വിദേശത്തേക്ക് കടത്തും. അപ്പോൾ സിദ്ധു അത് കേട്ടതും അന്താളിപ്പോടെ അവനെ നോക്കുകയാണ്. എന്നിട്ട് മഹേഷ് തുടരുകയാണ്, അതിനുശേഷം ചന്ദ്രികയും മലരിനെയും നിനക്ക് എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ സിദ്ധു ദേഷ്യത്തിൽ പറയാണ്, മര്യാദക്ക് ചന്ദ്രികയും മലരിനെയും വിട്ടോ. അവരെ എന്തെങ്കിലും ചെയ്യണമെന്ന് നീ മനസ്സിൽ വിചാരിച്ചാൽ നിൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും. അപ്പോൾ പുച്ഛത്തോടെ മഹേഷ് ചോദിക്കുകയാണ്, ഞാൻ എന്താ ചുമ്മാ ഇരിക്കണോ? എടാ അതിനു മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, ഏയ് നോക്ക്, വേണ്ട മഹേഷ്, നീ തെറ്റിന് മേലെ തെറ്റാണ് ചെയ്യുന്നത്. ചന്ദ്രിക പാവാണ്, നീ എന്തിനാണ് അവളെ ടോർച്ചർ ചെയ്യുന്നത്? നീയും അവളും ഡിവോഴ്സ് അല്ലേ, പിന്നെന്താ? നീ അവളെ വിട്ട് പോ. എന്തിനാ നീ അവളെയും മലരിനെയും ആവശ്യമില്ലാതെ ശല്യപ്പെടുത്തുന്നത്? അപ്പോൾ മഹേഷ് പറയണ്ടേ, ചന്ദ്രിക എൻ്റെ ഭാര്യയാണ്, മലരോ അത് എൻ്റെ മകളാണ്. അവരെ ഞാൻ അടിക്കും, കൊല്ലും, എന്ത് വേണമെങ്കിലും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരടാ? അപ്പോൾ സിദ്ധു പറയും, ഒരു പെണ്ണിനെ താലി കെട്ടി കുട്ടീനെ ഉണ്ടാക്കിയ ആണാവോ? തന്നെ വിശ്വസിച്ച് വന്നവളെ അവസാനം വരേക്കും രക്ഷിക്കുന്നവനാടാ ആണ് എന്ന് പറഞ്ഞ് സിദ്ധു ഒന്ന് തുപ്പും പുച്ഛത്തോടെ. പാതി വെച്ച് വിട്ടിട്ട് പോകുന്നവരൊന്നും ആണല്ല. നീ വേണമെങ്കിൽ ഒന്ന് ചെയ്തോ, മീശ പഠിച്ചിട്ട് പെണ്ണുങ്ങളെ സാരി ചുറ്റി നടക്കടാ. അത് കേട്ടതും മഹേഷിനാകെ കോപം ഇരച്ചു കയറുകയാണ്. അവൻ വന്ന് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് ആഞ്ഞു ചവിട്ടും. സിദ്ധു മറിഞ്ഞ് തെറിച്ച് വീഴുകയാണ്. സിദ്ധു വേദന കൊണ്ട് പുളയുകയാണ്. എന്നിട്ട് മഹേഷ് എണീറ്റ് നിന്ന് അവൻ്റെ കാലിൽ ചവിട്ടി ഞെരിക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിനെ പുച്ഛത്തോടെ നോക്കി മഹേഷ് അവിടുന്ന് പോവുകയാണ്. അപ്പോഴേക്കും ഒമിനി വണ്ടി ചന്ദ്രികയും മലരിനെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തി. ആ കോമ്പൗണ്ടിൽ വണ്ടി എത്തി. ചന്ദ്രിക ചുറ്റുപാടും ഭയത്തോടെ നോക്കും. അപ്പോൾ കരഞ്ഞുകൊണ്ട് മലര് പറയാണ്, അമ്മേ എനിക്ക് നല്ല പേടിയാവുന്നു. അപ്പോൾ ചന്ദ്രിക പറയും, നീ പേടിക്കണ്ട, അമ്മ ഉള്ളത് വരേക്കും മഹേഷ് നിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരുടെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. ചന്ദ്രികയും മലരും വണ്ടിയിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് അയാൾ പറയും, നടക്കൂ, ഉള്ളിലേക്ക് നടക്കൂ.
എന്നിട്ട് വലിയൊരു ഗോഡൗണിൻ്റെ ഷട്ടർ അയാൾ പൊന്തിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഉള്ളിലേക്ക് കടക്കൂ. മലറിൻ്റെ കയ്യും പിടിച്ച് ചന്ദ്രിക ഉള്ളിലേക്ക് കടന്നു. അവർ ഉള്ളിലേക്ക് കടന്നതും അയാൾ ഷട്ടർ താത്തുകയാണ്. അവിടെ ഇരുണ്ട ഒരു വെളിച്ചമാണപ്പോൾ. അപ്പോൾ മലരാകെ പേടിയോടെ കരയാണ്. എന്നിട്ട് ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്. ചന്ദ്രിക പറയും, പേടിക്കേണ്ട മലർ, അമ്മ ഇല്ലേ കൂടെ. അയാൾ മുന്നിൽ നടന്ന് വാ എന്ന് പറഞ്ഞ് ചന്ദ്രികയെ വിളിക്കും. വേറൊരു റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ അയാൾ പറയാണ്, എന്നിട്ട് അതിൻ്റെ ഡോറ് തുറന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, ഇവിടുന്ന് നീ മാത്രം ഉള്ളിലോട്ട് പോകണം, മലറിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവൾ ഭയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കും. ചന്ദ്രികയ്ക്കും എന്തിന്? അയാൾ പറയും, അത് എൻ്റെ ബോസിൻ്റെ ഉത്തരവാണ്, നീ മാത്രം ഉള്ളിലേക്ക് പോ, മലറിനെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ചന്ദ്രിക പറയും, നിന്നെ വിശ്വസിച്ച് ഞാൻ എൻ്റെ മോളെ വിട്ടിട്ട് പോവില്ല. അപ്പോൾ അയാൾ പറയും, നീ ഇവിടെ വരെ വന്നു, ഇനി ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ, ഇനി നിൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കും. ചന്ദ്രിക ആകെ നിസ്സഹായാവസ്ഥയിലാകുകയാണ്. എന്നിട്ട് അയാൾ പറയാണ്, നീ ഇപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടില്ല എങ്കിൽ നീ വൈകുന്ന ഓരോ നിമിഷവും സിദ്ധാർത്ഥിനെ മഹേഷ് ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. അത് നീ മനസ്സിലാക്കിക്കോ. നിനക്ക് സിദ്ധാർത്ഥിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ മാത്രം ഉള്ളിലോട്ട് പോ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ചന്ദ്രിക ആകെ കൊഴിഞ്ഞി. എന്നിട്ട് മലറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, മോളെ നീ ഇവിടെ നിൽക്ക്, ഞാൻ ഉള്ളിൽ പോയി സിദ്ധു സാറിനെ കണ്ടിട്ട് വരാം, മോള് ധൈര്യമായിട്ട് നിൽക്ക്, അമ്മ പോയിട്ട് വരാം. അങ്ങനെ ചന്ദ്രിക ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉള്ളിൽ മഹേഷ് നിൽക്കുന്നുണ്ട്. മഹേഷ് പറയും, വാ ചന്ദ്രികേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ നീ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലേ. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ എൻ്റെ വയറ്റിപ്പേപ്പന് ഒരു വണ്ടി ഓട്ടി ഡ്രൈവറായിട്ട് കഴിയുമായിരുന്നു. പക്ഷേ ആ മഹേന്ദ്രനും സിദ്ധാർത്ഥും കൂടി എൻ്റെ ജോലിയിൽ ഇടപെട്ട്. നീയും നിനക്ക് അവനെ കിട്ടിയപ്പോൾ അവൻ്റെ കൂടെ നിന്ന് എനിക്കെതിരെ നല്ല കളി കളിച്ചു. സിദ്ധാർത്ഥും മഹേന്ദ്രനും എന്നെ പലതവണ അപമാനിച്ചു. അതിന് മറുപടി പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ സിദ്ധാർത്ഥിനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവനെ വെച്ച് നിന്നെയും മലരിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇനി നിന്നെയും മലരിനെയും ഒരുത്തനും രക്ഷിക്കില്ല. നീ, മലര്, ഞാൻ, നമ്മൾ 3 പേരും ഈ രാജ്യം തന്നെ നാളെ വിട്ടു പോകും. ചന്ദ്രിക ആകെ ഭയത്തോടെ ചോദിക്കും, എന്ത്? അപ്പോൾ മഹേഷ് പറയും, അതെ, ഞാൻ പറയുന്നത് നടക്കും. ഒന്നുകിൽ ഞാൻ പറഞ്ഞത് നടക്കും, അല്ലെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ജീവൻ പോവും. നിനക്ക് എന്താ വേണ്ടേ? അപ്പോൾ അത് കേട്ട് തരിച്ച് നിൽക്കുകയാണ് ചന്ദ്രിക. ഇതുവരേക്കുമാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൻ്റെ ഭാഗം കാണിക്കുന്നത് ഇങ്ങനെയാണ്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ഇടാത്തവർ ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ. മലര് ചന്ദ്രിക പോയ ആ വാതിലിന് മുട്ടിയിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ച് കരയാണ്. ചന്ദ്രിക സിദ്ധു കിടക്കുന്നിടത്ത് ഓടിപ്പോയി സിദ്ധുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് കെട്ടയക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മഹേഷിൻ്റെ മുഖത്തേക്ക് മലര് അടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചു, നീ എന്തിനാണ് സിദ്ധുവിനെയും ഞങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇതുവരേക്കുമാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നാളെ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.